ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു കൽക്കട്ടയിലുള്ള ഒരു നഴ്സറിയിലാണുള്ളത്. ഇത് ജാർവി റെഡ് 1 എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റുകളാണ്. ഏകദേശം 2000 മദർ പ്ലാന്റ് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ഇതിന്മേൽ തൈ ഉണ്ടാക്കി വിൽക്കാൻ മാത്രമാണ്. നിങ്ങൾ നോക്കിയാൽ അത് എത്രയും ചെറിയൊരു ടൈമിലാണ് ഇത് നമ്മളെ ജപ്പാൻ പേരൻ്റൊക്കെ വേറൊരു വെറൈറ്റിയാണ്. നമ്മളെ പപ്പായ പേരൻ്റൊക്കെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് കണ്ട് അവരെ ഒറിജിനലാണോ എന്ന് ഉറപ്പ് വരുത്തി വേണം നമ്മൾ തൈകൾ എടുക്കാൻ. അതിനാണ് ഇത്രയും ദൂരത്ത് നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് വന്നത്. 1-2 സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ജാർവി റെഡ് 1, ജാർവി റെഡ് നോർമലുണ്ട് ഉരുണ്ടത്, ഇത് ജാർവി റെഡ് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. തായ്പിങ്ക് പേരക്കയ്ക്ക് ശേഷം കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്നതിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം കൃഷി ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഇനാണ് ഇത് ഈ ജാർവി റെഡ് 1 എന്ന് പറഞ്ഞത്. കാരണം കൊമേഴ്ഷ്യലി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പേരക്കയാണ്. ഇതിൻ്റെ സൈസ് കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു സൈസുള്ളതും ചെറുപ്പത്തിൽ തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ ഈടെടുക്കാൻ പറ്റുന്നതുമായ ഒരു പേരക്കയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് നോക്കിയാൽ നിങ്ങൾ കണ്ടാൽ ഒരു ചെറിയ ഇതിമെന്ന ഒരു സയോൺ എടുത്തതാണ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഈ ചെറിയൊരു ടൈമിലാണ് ഈ കാഴ്ച നിൽക്കുന്നത്. എത്ര പേരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫുള്ള് ഇവിടെ മഴ കഴിഞ്ഞ് സീസൺ ആയതുകൊണ്ട് എല്ലാം കേട് വന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മഴത്ത് വെള്ളത്തിൽ കെട്ടി നിന്നിട്ട് കേട് വന്നതാണ്. അപ്പോൾ റെഡി ആയിട്ട് വരണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇവരുടെ അടുത്ത് നിന്ന് തന്നെ ഉണ്ടാക്കിയ തൈകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത്യാവശ്യം ഒരു തൂക്കമുള്ളൊരു പേരക്കാണ്. ഏകദേശം ഒരു 300 ഗ്രാം 500 ഗ്രാമിൻ്റെ ഇടയിലായിട്ട് തൂക്കം വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പഴുത്തിട്ടില്ല. ഇതിൻ്റെ സീഡുകൾ വളരെ കുറച്ച് സീഡാണ് ഉള്ളത്. സീഡ്ലെസ് എന്ന് പറയാം. നമ്മളെ സെയിം ജപ്പാൻ പേരൻ്റെ അതേ ഒരു ഷേപ്പാണ്. അപ്പം നോമ്പായ കാരണം നിങ്ങളെ തിന്ന് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ജപ്പാൻ പേരൻ്റെ അതേ ടേസ്റ്റിലുള്ള അതിനെക്കാട്ടി കുറച്ച് ഈൽഡ് കിട്ടുന്നത്. ജപ്പാൻ പേര എല്ലാവർക്കും ഒരേ കായപ്പിടുത്തം വളരെ കുറവാണ്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മളെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ബെസ്റ്റ് സൂട്ടായ ഒരു പേരക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ തൈകൾ നമ്മളെ ചെറിയ തൈകളാണ്, വലിയ തൈകളൊന്നും ആരും മോഹിക്കണ്ട. കാരണം ഇതിമെന്നുണ്ടാക്കുന്ന ചെറിയ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇവിടെ എത്രേ കിട്ടുള്ളൂ, വലിയ തൈകളൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ കൊണ്ടുവച്ചിട്ട് വേണം ഇതിനെ വലുതാക്കി എടുക്കാൻ. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.